ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഡീൽ ചെയ്യുന്നത് കേട്ടോ. പറയാലോ, സ്റ്റാറ്റിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് തൊട്ട് ഏറ്റവും ഈ സ്റ്റാറ്റിൽ നിന്ന് ഏറ്റവും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന റേഞ്ചിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ സാവധാനത്തിൽ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്. ഇത് എന്ത് ഡാറ്റയാണ് മക്കളെ? അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. കാരണം ഇത് നമുക്ക് എന്തില്ല, ഫ്രീക്വൻസി തന്നിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി തന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെന്ത് വിളിക്കുക നമ്മൾ? അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ഈ ഡാറ്റയുടെ എന്ത് കണ്ടുപിടിക്കണം? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കണം. യെസ്, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? മീൻ അല്ലെ, എക്സ് ബാർ കണ്ടുപിടിക്കണം. എങ്ങനെ എക്സ് ബാർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ? സിഗ്മ എക്സ് ഐ ബൈ എൻ അല്ലേ, അല്ലേ? അതായത് എല്ലാ ഒബ്സർവേഷൻസും നമ്മൾ ആഡ് ചെയ്യുക, ബൈ എൻ ചെയ്യുക. അതായത് 6 + 7 + 10 + 12 + 13 + 4 + 8 + 12 ഹോൾ ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ട്? 3 3 3 6 6 2 8 പേര് അല്ലേ? എത്ര കിട്ടും മക്കളെ? നമുക്ക് ആൻസർ 72/8 എന്ന് കിട്ടും. ആൻസർ എത്രയാണ്? 9. റെഡി? അപ്പോ ഇതിന്റെ മീൻ വാല്യൂ നമുക്ക് കിട്ടും. മീൻ വാല്യൂ എത്രയാ? 9. മീൻ വാല്യൂ 9. റെഡി? ഇപ്പോൾ ഞാൻ എക്സ് ബാർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. എക്സ് ബാർ എത്രയാണ്? 9. മീൻ 9. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ടേബിൾ വരച്ചേ. യെസ്, ടേബിൾ വരക്കുമ്പോൾ ആദ്യത്തെ കോളം എക്സ് ഐ ആരൊക്കെയാടാ? 6 7 10 12 13 4 8 12. റെഡി? ഇത്രയുമാണ് എക്സ് ഐ. ഓക്കെ മക്കളെ, എങ്ങനെ മീൻ ഡീവിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ അല്ലേ? എക്സ് ബാർ നിങ്ങൾക്കറിയാം 9 അല്ലേ? 6 - 9 -3 മോഡ് 3. യെസ് 3. യെസ്, 7 - 9 -2 2, 10 - 9 1, 12 - 9 3, 13 - 9 4, 4 - 9 -5 5, 8 - 9 1, 12 - 9 again 3. അപ്പോ എക്സ് ഐ മൈനസ് എക്സ് ബാറിന്റെ മോഡുലസ് വാല്യൂ നമുക്ക് കിട്ടി. റെഡി? എങ്ങനെയാണ് നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കേണ്ടത്? ഇക്വേഷൻ എല്ലാവർക്കും അറിയണം, ശ്രദ്ധിക്കുക. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, എം ഡി എന്ന് പറഞ്ഞാൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എങ്ങനെ കണ്ടുപിടിക്കുക? സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാറിന്റെ അബ്സല്യൂട്ട് വാല്യൂ ഹോൾ ഡിവൈഡഡ് ബൈ എൻ അല്ലെ? അപ്പൊ സിഗ്മ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യണം അല്ലെ? ഏത് ആഡ് ചെയ്യണം? മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്ന കോളത്തിലെ എല്ലാ ടേംസും നമ്മൾ ആഡ് ചെയ്യണം മക്കളെ. ഈ ടേംസ് ഒക്കെ ആഡ് ചെയ്യണം. എത്ര കിട്ടും ആഡ് ചെയ്താല്? യെസ്, 3 + 2 5 + 1 6 + 3 9 13 18 18 1 19 3 22 ബൈ എത്രയാടാ? 8 ഒബ്സർവേഷൻസ് അല്ലേ? 22/8. ഓക്കെ, അപ്പോ അത് സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് എന്ത്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന. അപ്പൊ മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? എല്ലാ ഒബ്സർവേഷൻസും ആഡ് ചെയ്യുക. എത്ര ആളുകളുണ്ടോ അത്രയും കൂടി ഡിവൈഡ് ചെയ്യുക കേട്ടോ. എക്സ് ബാർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ സിഗ്മ എക്സ് ഐ ബൈ എൻ. സിഗ്മ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാം. റെഡി? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. സെയിം സാധനം തന്നെ, പക്ഷേ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? മീഡിയനിൽ നിന്നും എത്രത്തോളം ഡീവിയേഷൻ ഉണ്ടാക്കി അതാ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? മീഡിയൻ കണ്ടുപിടിക്കണം. എങ്ങനെ മക്കളെ മീഡിയൻ കണ്ടുപിടിക്കുക? ഇതും അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ആണല്ലോ, ഫ്രീക്വൻസി ഒന്നും ഇല്ലല്ലോ. യെസ്, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണടാ? ഈ കിട്ടിയ സാധനത്തിനെയൊക്കെ എന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതാം. നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്ന അസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം കേട്ടോ. നോക്കടാ, ആരുണ്ട്? 3 ഉണ്ട്, 2 3 ഉണ്ട്, യെസ്, പിന്നെ 4 ഉണ്ട്, പിന്നെ 5, പിന്നെ 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 9. റെഡി? ദെൻ 10, ദെൻ 7 ഉണ്ട് അല്ലേ? 5 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ പിന്നെ 9 ഉണ്ട്, യെസ്, 9 കഴിഞ്ഞാൽ 10 ഉണ്ട്, 10 കഴിഞ്ഞാൽ പിന്നെ ആരാളെ? 12 അല്ലേ? 12 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 18 19 21. ഓക്കെ, എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് അപ്പോൾ ടോട്ടൽ? 1 2 3 4 5 6 7 8 9 10 11 അല്ലേ? 11 പേര്. റെഡി? 11 പേരല്ലേ? 11. റെഡി? അപ്പൊ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതി. എങ്ങനെ മീഡിയം കണ്ടുപിടിക്കണ്ടേ? സി, നമ്പർ ഓഫ് ടേംസ് ഇവിടെ എത്രയാടാ? 11. ഓഡ് നമ്പർ അല്ലേ? യെസ്,
അപ്പോൾ ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ എന്ന് നോക്കിയിട്ട് മീഡിയം കണ്ടുപിടിക്കുക അല്ലേ? യെസ് മക്കൾ, എന്തായിരുന്നു ഇക്വേഷൻ? ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ എങ്ങനെ മീഡിയം കണ്ടുപിടിക്കുന്നത്? മീഡിയം വിൽ ബി n+1/2 ടേം ആയിരിക്കും അല്ലേ? n+1/2 ടേം ആയിരിക്കും. റെഡി? ഈവൺ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ട് ടേംസ് എടുക്കണം. ഒന്ന് ഏതാ? ഒന്ന് n/2 ടേം എടുക്കണം. പിന്നെയോ n/2 + 1 ടേം എടുക്കണം. റെഡി? ഈ രണ്ട് ടേംസിന്റെയും യെസ് ആവറേജ് വാല്യൂ ആയിരിക്കും എന്ത് വരിക? മീഡിയൻ വരിക. ഇവിടെ നമുക്ക് n 11 ആണ്. 11 ഒറ്റ സംഖ്യ എന്ത് ചെയ്താൽ മതി? ഒറ്റ സംഖ്യ ആണെങ്കിൽ n+1/2 ടേം എടുത്താൽ മതി. ദാറ്റ് ഈസ് മീഡിയൻ ഈസ് ഈക്വൽ ടു 11+1/2 ടേം, അതായത് 12/2. എത്രയാ? ആറാമത്തെ ടേം ആണ് എൻ്റെ മീഡിയൻ. ആറാമത്തെ ടേം ആരാ? 1 2 3 4 5 6 9 ആണ് എൻ്റെ മീഡിയൻ. ക്ലിയർ ആണോ? മീഡിയൻ കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആണോ? അസെൻഡിങ് ഓർഡറിൽ എഴുതുക, നമ്പർ ഓഫ് ടേംസ് കൗണ്ട് ചെയ്യുക. ഓഡ് നമ്പർ ആണെങ്കിൽ എന്താ ഇക്വേഷൻ? n+1/2 ടേം. ഈവൺ നമ്പർ ആണെങ്കിൽ രണ്ട് ടേംസ് കണ്ടുപിടിച്ച് അതിന്റെ ആവറേജ് വാല്യൂ എടുക്കണ്ടേ? ഏതൊക്കെ ടേംസാ? ഒന്ന് n/2, ദെൻ n/2 എടുത്തിട്ട് n/2 + 1 ടേം. റെഡി? ഈ രണ്ട് ടേംസിന്റെയും കൂടി ആവറേജ് വാല്യൂ ആയിരിക്കും എന്ത്? എന്റെ മീഡിയൻ. അപ്പോൾ ഇവിടെ നമുക്ക് മീഡിയൻ കിട്ടിയിട്ടാ. മീഡിയൻ എത്ര കിട്ടി? യെസ്, മീഡിയൻ ഐ ഗോട്ട് ഇറ്റ് ആസ് m is equal to 9. റെഡി? യെസ്. അപ്പോ എക്സൈകൾ ഏതാലോ? എക്സൈസ് ആരൊക്കെയാ? 3 3 4 5 7 9 10 12 18 19 21. എന്ത് കണ്ടുപിടിക്കണം? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കാൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ മോഡുലസ് ഓഫ് xi - m കണ്ടുപിടിക്കണം അല്ലേ? മോഡുലസ് ഓഫ് xi - m കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും മക്കളെ? 3 - 9 മോഡ് വാല്യൂ എത്ര വരും? മോഡ് വാല്യൂ നമുക്ക് വരും 6. ഇവിടെയും 6. 4 - 9 ചെയ്യുമ്പോൾ 5. 5 - 9 4. 7 - 9 2. മോഡ് വാല്യൂ ആണ് പോസിറ്റീവ് ആണ്. 9 - 9 0. 10 - 9 1 3 9 10 12. റെഡി? യെസ്. എങ്ങനെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കണ്ടേ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ മോഡുലസ് ഓഫ് xi - m ഡിവൈഡഡ് ബൈ n അല്ലേ? സിഗ്മ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഏത് കോളം ആഡ് ചെയ്യണം? xi - m എന്ന് പറയുന്ന കോളം ആഡ് ചെയ്യണം. അപ്പൊ ഈ കോളം മൊത്തം ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? ആൻസർ വരിക 6 + 6 + 5 + 4 + 2 മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 58 എന്ന് കിട്ടും. 58 ഡിവൈഡഡ് ബൈ n. നമ്പർ ഓഫ് ടേംസ് എത്രയാ? 11. 58/11 ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് 5 പോയിന്റ് സംതിങ് കിട്ടും. 5.27. ദിസ് ഈസ് ദി ആൻസർ. റെഡി? അപ്പൊ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ശ്രദ്ധിക്കാം. അപ്പോൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ കഴിഞ്ഞു. ദെൻ കംസ് ഗ്രൂപ്പ്ഡ് ഡാറ്റ. കണ്ടോ? ഫ്രീക്വൻസി കണ്ടു കഴിഞ്ഞാൽ മക്കളെ ഇത് എന്ത് ഡാറ്റയാ? ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. ഗ്രൂപ്പ്ഡ് ഡാറ്റ തന്നെ രണ്ട് വിഭാഗമുണ്ട്. ഒന്നെന്താ? ഒന്ന് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും പിന്നൊന്ന് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും. അപ്പോൾ ഒരിക്കൽ ചോദിച്ചിരുന്നു, ഞാൻ ക്ലാസ്സിൽ എടുക്കുമ്പോഴും പറഞ്ഞിരുന്നു, ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ട് ഒരു മാർക്കിന് ചോദിച്ചതായിരുന്നു വാട്ട് കൈൻഡ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ദിസ്? കേട്ടോ? അപ്പൊ ഡയറക്റ്റ് ചോദ്യം ചോദിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കൃത്യമായിട്ട് 2 എന്ന് പറയുന്ന ആള് 2 തവണ, 5 8 തവണ, 6 10 തവണ, 8 7 തവണ, 10 8 തവണ, 12 എന്ന് പറയുന്ന സംഖ്യ എത്ര തവണയുണ്ട്? 5 തവണയുണ്ട്. അത്രയും വലിയ ഡാറ്റയാണ് കേട്ടോ. അപ്പൊ ഡാറ്റയെ ഒന്ന് കോമ്പാക്ട് സൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് ഫ്രീക്വൻസി കൊണ്ടുവരുന്നത് കേട്ടോ. യെസ്. അപ്പോൾ ആദ്യം ആ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. എങ്ങനെ നമുക്ക് ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ മീൻ കണ്ടുപിടിക്കണ്ടേ? യെസ്, സിഗ്മ fi xi ഹോൾ ഡിവൈഡഡ് ബൈ n അല്ലേ? n എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, സിഗ്മ fi ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. റെഡി? ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇങ്ങനെയല്ല കൂട്ടണ്ടേ. 1 2 3 4 5 6 അങ്ങനെയല്ല കൂട്ടണ്ടേ കേട്ടോ. 2 2 പിന്നെ 8 10 18 25 അങ്ങനെ കൂട്ടണം കേട്ടോ. യെസ്. യെസ്, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ മക്കളെ? ശ്രദ്ധിക്കുക. യെസ്, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണെങ്കിൽ ശ്രദ്ധിക്കുക, സിഗ്മ fi ഇൻറ്റു xi - x ബാർ ഹോൾ ബൈ n. റെഡി? മീഡിയൻ ആണെങ്കിൽ x ബാറിന് പോലെ എന്ത് കൊടുക്കാം? m കൊടുക്കാം. റെഡി? യെസ്. അപ്പോ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? യെസ്, ഞാൻ ഇവിടെ ബോക്സ് വരക്കാം കേട്ടോ. xi 2 5 6 8 10 12 ഫ്രീക്വൻസി നമുക്ക് കിട്ടി. ഏതൊക്കെയാ? 2 8 10 7 8 5. യെസ്.
എഫ് ഐയും എക്സ് ഐയും ഇൻറ്റു ചെയ്യണമല്ലോ അല്ലേ, എന്നാലേ മീൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇൻറ്റു ചെയ്താൽ 2 × 2 4, 5 × 8 40, 6 × 10 60, 7 × 8 56, 10 × 8 80, 12 × 5 60 കേട്ടോ. അപ്പൊ മക്കളെ ഇത് കൂട്ടി കഴിയുമ്പോഴും ആൻസർ വേണം കേട്ടോ. എടാ ഫ്രീക്വൻസി മൊത്തം ആഡ് എത്ര കിട്ടും? 2 + 8 10, 10 + 10 20, 27, 27 8 35, 35 5 നമുക്കത് എത്ര കിട്ടും? യെസ്, അപ്പൊ അല്ലേ റെഡി 40. യെസ്, എഫ് ഐ എക്സ് ഐ കൂട്ടിയാലോ മക്കളെ? 4 40 അല്ലെ, 40ഉം 60ഉം കൂട്ടിയാൽ 100, 156 4ഉം 160, 160ഉം 60ഉം 220ഉം 80ഉം 300. യെസ്, എങ്ങനെ നമ്മൾ മീൻ കണ്ടുപിടിക്കുക? യെസ് 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 യെസ്, മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ. റെഡി? സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ആഡ് ചെയ്യണം. ആരെ? എഫ് ഐ എക്സ് ഐ ആഡ് ചെയ്താൽ 300 എന്ന് കിട്ടും അല്ലേ. ഡിവൈഡഡ് ബൈ എൻ എത്ര? 40, 30/40 നമുക്ക് ഏകദേശം 7 എന്ന് കിട്ടും. കറക്റ്റ് ആൻസർ 7.5. അപ്പൊ മീൻ കിട്ടി. മീൻ എത്ര കിട്ടി? യെസ്, മീൻ ഈസ് 7.5. മീൻ ഈസ് 7.5. ഓക്കെ, ഞാൻ അത് ഇവിടെ മുകളിൽ എഴുതി വെക്കാം. എക്സ് ബാർ നമുക്ക് കിട്ടി എത്ര? 7.5. ഇനി എന്ത് കണ്ടുപിടിക്കണം? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ അല്ലേ. അപ്പോ എക്സ് ഐ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു? ആരിൽ നിന്ന്? മീനിൽ നിന്ന് കണ്ടുപിടിക്കണം അല്ലേ. 7.5ൽ നിന്നും എത്രത്തോളം ഡീവിയേഷനിൽ വന്നിരിക്കുന്നു കണ്ടുപിടിക്കണ്ടേ? യെസ്, എക്സ് ഐ ആരാ മക്കളെ? എക്സ് ഐ ആരാ? ഈ കോളം അല്ലേ, ഈ കോളം. റെഡി? 2 5 6 8 10. റെഡി? അപ്പോ എക്സ് ഐ മൈനസ് എക്സ് ബാർ 7.5 ആണല്ലോ. അപ്പോ 2 - 7.5 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 5.5. 5.5 5 - 7.5 ചെയ്യുമ്പോൾ മക്കളെ അവിടെ നമുക്ക് 2.5 മോഡുലസ് ആണ്, അതുകൊണ്ടാണ് പോസിറ്റീവ്. 6 - 7.5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.5. 8 - 7.5 ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് 0.5. റൈറ്റ്? 10 - 7.5 ചെയ്യുമ്പോൾ നമുക്ക് 2.5 കിട്ടും. 12 - 7.5 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടുന്ന എത്രയാണ്? 4.5. റെഡി? അപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ ആയി. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീന കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എന്താ? സിഗ്മ എഫ് ഐ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ ബൈ എൻ. അപ്പോൾ ഒരു കോളം കൂടി ആഡ് ചെയ്യണം. ഏത്? എഫ് ഐ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ കൂടി ആഡ് ചെയ്യണം. റെഡി? യെസ്, അതായത് ഇത് രണ്ടും ഇൻറ്റു ചെയ്യാം അല്ലേ. അപ്പൊ 4 × 5.5 ചെയ്യുമ്പോൾ 4 × 5.5 ചെയ്യണം. സോറി, യെസ്, എഫ് ഐ ഏതാ കോളം? എഫ് ഐ ഇസ് 2 അല്ലെ. 2 × 5.5 ചെയ്യുമ്പോൾ 11 കിട്ടും. 8 × 2.5 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 8 × 2.5 ചെയ്യുമ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. 10 × 1.5 ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ? 15 എന്ന് കിട്ടും. റെഡി? 7 × 0.5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3.5 എന്ന് കിട്ടും. 8 × 2.5 again 20. 5 × 4.5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 22.5 എന്ന് കിട്ടും. റെഡി? യെസ്, ഇത്രയും ഡാറ്റയാണെന്ത്? എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാറിൽ വരുന്നത് അല്ലേ. യെസ്, അധിക എങ്ങനെ നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാൻ പറ്റും? സോറി, മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ എല്ലാവരും പഠിക്കണം. സിഗ്മ മോഡുലസ് ഓഫ് എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ ബൈ എൻ അല്ലേ. ഇത് മൊത്തം ആഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. 11 20 15 3.5 20 22.5 കൂട്ടിയാൽ നമുക്ക് 92 കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കണേ. യെസ്, 92/n. n എത്രയാ മക്കളെ? 40 അല്ലേ. 92/40 ചെയ്യുമ്പോൾ മക്കളെ ആൻസർ എത്ര കിട്ടും അറിയോ? 2.3 കിട്ടും. 2.3. ഓക്കെ, ദിസ് ഈസ് ദി ആൻസർ. അപ്പൊ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കിട്ടി. എത്രയാ? 2.3. അതായത് ഇവിടെയുള്ള ഓരോ ഡാറ്റയും മീൻ വാല്യൂയിൽ നിന്ന് എത്രത്തോളം വിട്ടു നിൽക്കുന്നു? ആവറേജ് 2.3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് കേട്ടോ. നേരത്തെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആയിരുന്നു. ഇത് ഗ്രൂപ്പിന്റെ ഡാറ്റയെ തന്നെ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കാം, ഞാൻ ആദ്യം ടേബിൾ വരക്കണേ. യെസ്, എക്സ് ഐ 3 6 9 12 13 15 21 22. റെഡി? ഫ്രീക്വൻസി ഞാൻ എഴുതി. എങ്ങനെ എഴുതി? 3 4 5 2 യെസ്, 3ന്റെ 3 6ന്റെ 4 9 5 എണ്ണം 12 2 എണ്ണം 13 4 എണ്ണം 15 5 എണ്ണം 21 4 എണ്ണം 22 3 എണ്ണം. റെഡി? യെസ്.
അപ്പോ മീഡിയൻ കണ്ടുപിടിക്കണം. സി മീഡിയൻ കണ്ടുപിടിക്കണേ മക്കളെ നമ്മൾ എന്ത് ആഡ് ചെയ്യണടാ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്യണം അല്ലെ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലെ? എങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡ് ചെയ്യണ്ടേ? ഫ്രീക്വൻസി ആഡ് ചെയ്ത് എഴുതണം. സി 3 എന്ന് പറയുന്ന ആൾ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം അല്ലെ? അതിന്റെ കൂടെ 6 എന്ന് പറയുന്ന ആൾ എത്ര എണ്ണം വന്നു? 4. സി ഓൾറെഡി 3 എണ്ണം ഉണ്ട്. ഇപ്പൊ 6 4 എണ്ണം കൂടി വന്നാൽ ടോട്ടൽ എത്ര ആളുകളായി? ഇപ്പോ 7 പേര് അല്ലെ? അതിന്റെ കൂടെ 9 5 എണ്ണം കൂടി വന്നാൽ മക്കളെ 7ന്റെ കൂടെ 5 കൂട്ടിയാൽ 12 14 18 23 27 30. റെഡിയാണോ? ടോട്ടൽ നമ്പർ ഓഫ് ആളുകൾ കിട്ടുന്ന റെഡിയാണോ? 30 പേരുണ്ട്. റെഡി? 3 എണ്ണം 6 4 എണ്ണം 9 5 എണ്ണം അങ്ങനെ ടോട്ടൽ എത്ര പേരുണ്ട്? 30 പേര്. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 30 അല്ലെ? നമ്മൾ എങ്ങനെയാണ് ഫോർ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എങ്ങനെയാ മക്കളെ നമ്മൾ മീഡിയൻ ചൂസ് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ n എന്ന് പറയുന്ന സംഖ്യ ഈവൺ നമ്പർ അല്ലേ? n ഈവൺ നമ്പർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ n/2 വാല്യൂ എടുക്കണം. n/2 വാല്യൂ എടുക്കണം. അതുപോലെ n/2 + 1th ടേമിന്റെയും വാല്യൂ എടുക്കണം. എടാ n/2 എത്ര വരും? 30/2 15th ടേം അല്ലെ? n/2 + 1th 15 + 1 എത്രാമത്തെ ടേമാ? 16th ടേം അല്ലെ? ഈ രണ്ട് ടേമിന്റെയും ആവറേജ് ആയിരിക്കും എന്ത്? നമ്മുടെ മീഡിയൻ. അങ്ങനെ തന്നെയല്ലേ നമ്മൾ മീഡിയൻ പഠിച്ച പറഞ്ഞേ? ഇവിടെ നമുക്ക് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആയിരുന്നു. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ എങ്ങനെ മീഡിയൻ കണ്ടുപിടിക്കണ്ടേ? യെസ്, എത്രയാണോ n അതിന്റെ കൂടെ 1 കൂട്ടുക, /2 ചെയ്യുക, ഇത്രാമത്തെ ടേം എടുക്കാം അല്ലെ? ഈവൺ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ മക്കളെ 2 ടേംസ് വരും. ആ 2 ടേംസിന്റെ ആവറേജ് വാല്യൂ വരും കേട്ടോ. 15th ടേം ഏതാ? 15ാമത്തെ ഒബ്സർവേഷൻ. ശ്രദ്ധിക്കുക, 14ാമത്തെ ഒബ്സർവേഷൻ വരെ 12 അല്ലെ? 12 2 കൂടി ചേരുമ്പോൾ 14 ഒബ്സർവേഷൻ ആയില്ലേ? യെസ്. 15ാമത്തെ ഒബ്സർവേഷൻ ഏതാ മക്കളെ? 13 അല്ലെ? ഇനി 15 മുതൽ 18 വരെയുള്ള ഒബ്സർവേഷൻ എന്ത് തന്നെയാ? 13 തന്നെയാ അല്ലെ? സോ 15th ടേമും 13 ആണ്. 16th ടേമും 13 ആണ്. ആവറേജ് എങ്ങനെ കാണാം? 13 + 13/2 26/2 എത്ര തന്നെയാ? 13. ഇപ്പൊ മീഡിയൻ കിട്ടിയല്ലോ. മീഡിയൻ നമുക്ക് കിട്ടി എത്ര? 13. മീഡിയൻ ഈസ് 13. റെഡി? അപ്പൊ ഇങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. മീഡിയൻ m = 13. റെഡി? യെസ്. ഇനി എങ്ങനെ ചെയ്യണ്ടേ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആദ്യം മോഡുലസ് xi - m കണ്ടുപിടിക്കണം. ആരാ xi? xi എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളം. മീഡിയൻ നമുക്കറിയാം 13 അല്ലെ? എങ്ങനെ കണ്ടുപിടിക്കടാ? ശ്രദ്ധിച്ചേ, 3 - 13 -10 മോഡ് എടുക്കുമ്പോൾ 10 അല്ലെ? 6 - 13 7 വരും. 9 - 13 4 വരും. 12 - 13 മോഡ് എടുക്കുമ്പോൾ 1 വരും. 13 - 13 0 2 8 9. റെഡി? യെസ്. അപ്പോ മോഡുലസ് ഓഫ് xi - m ന്റെ കോളം കൂടി നമ്മൾ കണ്ടുപിടിച്ചു കേട്ടോ. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കാൻ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഫോർ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്താ ഇക്വേഷൻ? സിഗ്മ fi × മോഡുലസ് ഓഫ് xi - m/n എന്നാ അല്ലേ? അപ്പൊ ഡെഫിനറ്റ്ലി ഏത് കോളം ആഡ് ചെയ്യണം? fi × xi - m എന്ന് പറയുന്ന കോളം കൂടി ആഡ് ചെയ്യണം. റെഡി? fi എന്നുള്ള കോളം അറിയാം, xi - m മോഡുലസ് ഫാരയുടെ കോളം അറിയാം. 2 ഇൻറ്റു ചെയ്യാം കേട്ടോ. 3 × 10 30, 4 × 7 28, 5 × 4 20, 2 × 1 2. റെഡി? 4 × 0 0, 5 × 2 10, 4 × 8 again 32, 3 × 9 27. ഓക്കെ? അപ്പൊ fi × xi - m അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇതിന്റെ സമ്മ നമുക്ക് വേണം. റെഡി മക്കൾ? അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണെന്ന് അറിയോ? 149. എല്ലാവരും ചെയ്ത് നോക്കണേ. എല്ലാവരും ചെയ്ത് നോക്കണം. 30 28 നോക്കിക്കോ. 30 + 20 50, 28 + 2 30 അല്ലെ? അപ്പൊ 30 80 കിട്ടി. 80 10 90, 90 32 എത്ര കിട്ടും? 122. 27 ചെയ്താൽ 149 കിട്ടും. റെഡി? യെസ് യെസ് യെസ്. അപ്പോ xi - m ന്റെ അബ്സല്യൂട്ട് വാല്യൂന്റെ കൂടെ fi ഇൻറ്റു ചെയ്യുമ്പോൾ സം എത്രയാണ്? 149 ഡിവൈഡഡ് ബൈ n എത്രയാ മക്കളെ? 30. 149/30 ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് കിട്ടുന്ന വാല്യൂ 4.96 ആട്ടോ. ഓക്കെ? ഇത്രയാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ 4.96. യെസ്. അടുത്ത ഡാറ്റ ശ്രദ്ധിക്കുക. ഇത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കണം. ഇത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നെ അല്ലേ? തൊട്ട് മുന്നേ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി എന്നാ പറഞ്ഞത്. ഈ ഫ്രീക്വൻസി എന്താ വിളിക്കുക? കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ. കണ്ടിന്യൂസ് ഫ്രീക്വൻസി. അപ്പൊ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആദ്യം തന്നെ ഞാൻ ടേബിൾ വരക്കാണെ. ശ്രദ്ധിച്ചോ.
യെസ്. 10 to 20 അല്ലേ ക്ലാസ്, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, then 70 20. റെഡി? യെസ്. അപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് വെക്കണം, XI വാല്യൂ അല്ലേ. അപ്പൊ 10ന്റെയും 20ന്റെയും മിഡ് പോയിന്റ് എത്ര വരെടാ? 15. 20ന്റെയും 30ന്റെയും 25, 35, 45, 55, 65, 75. റെഡി? ഫ്രീക്വൻസി നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട് കേട്ടോ. എത്രയാണെന്നുള്ളത്? യെസ്, 2, 3, 8, 14, 8, 3, 2. റെഡി? യെസ്. അപ്പൊ എങ്ങനെ മീൻ കണ്ടുപിടിക്കണ്ടേ? മീൻ കണ്ടുപിടിക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ ഇക്വേഷൻ? സിഗ്മ FI XI ഹോൾ ബൈ n അല്ലേ. അപ്പോൾ FI XI എന്ന് പറയുന്ന കോളം നമ്മൾ ആഡ് ചെയ്യണം. FI XI എന്ന് പറയുന്ന കോളം നമ്മൾ ആഡ് ചെയ്യണം. എങ്ങനെ ചെയ്യാം മക്കളെ? 50 into 2, 50 into 2 30, 25 into 3 78, 35 into 8 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 280 കിട്ടും. 45 into 14 ചെയ്യുമ്പോൾ 630 കിട്ടും. 55 into 8 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 440 കിട്ടും. 65 into 3 നമുക്ക് 195 കിട്ടും. 65 into 3 195 കിട്ടും. യെസ്. 75 കിട്ടും, നമുക്ക് എത്ര കിട്ടും? 150 കിട്ടും. ഓക്കെ, യെസ്. അപ്പോ FI XI നമുക്ക് കിട്ടി കേട്ടോ. എങ്ങനെ നമ്മൾ മീൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഞാൻ ഒരിക്കൽ കൂടി എഴുതുന്നു. സിഗ്മ FI XI ഹോൾ ബൈ n അല്ലെ. FI XI ഈ കോളം മൊത്തം ആഡ് ചെയ്യണം അല്ല. 30, 75, 280 ഇത് മൊത്തം ആഡ് ചെയ്യണേ. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാ? 1800 ഡിവൈഡഡ് ബൈ സി നമ്പർ ഓഫ് എലമെന്റ്സ്, അതായത് ഫ്രീക്വൻസി അല്ലെ. ഫ്രീക്വൻസി കൂട്ടിയ 2 + 3 5, 5 + 8 13, 13 4 14, 27, 27 35, 38, 38 2 40 കേട്ടോ. 1800/40 180/4. ആൻസർ നമുക്ക് എത്ര കിട്ടും? 45 എന്ന് കിട്ടും. എത്ര കിട്ടും? 45. റെഡി? 45. യെസ്. ഇനി എന്ത് ചെയ്യണം? XI മൈനസ് X ബാറിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ അല്ലേ. യെസ്. നോക്കടാ, 15 45 കുറച്ചാൽ -30, മോഡുലസ് എടുക്കുമ്പോൾ 30 അല്ലെ. 25 - 45 ചെയ്യുമ്പോൾ 20, 35 - 45 10, 0, 10, 20, 30. റെഡി? ഇനി എന്ത് വേണം മക്കളെ? XI മൈനസ് X ബാർ അയക്കനാൽ അടുത്തത് കിട്ടുന്നത് എന്താ? FI into XI മൈനസ് X ബാർ. കോളം ആഡ് ചെയ്തേ. FI into XI മൈനസ് X ബാർ. ഓക്കെ, യെസ്. ഫ്രീക്വൻസിനെ കൊണ്ട് ആരെ ഇൻഡ്യൂ ചെയ്യുക? XI മൈനസ് X ബാറിനെ ഇൻഡ്യൂ ചെയ്യുക കേട്ടോ. ഓക്കെ, 2 into 30 60, 3 into 20 60 അല്ലെ. 8 into 10 80, 0, 80, 60, 60. എത്ര കിട്ടും മക്കളെ? സിഗ്മ FI into XI മൈനസ് X ബാർ ഹോൾ ബൈ n ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കിട്ടുക കേട്ടോ. ഇതിന്റെ ആൻസർ എത്ര വരും? 60 60 120, 80 200, 250 60 340, 60 400, 400 ബൈ ഫ്രീക്വൻസി മൊത്തം കൂട്ടിയാൽ നേരത്തെ 40 കിട്ടിയാണ്. എത്ര കിട്ടിയ ആൻസർ? 10 എന്ന ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. തൊട്ട് മുന്നേ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആയിരുന്നു. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഏതാ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം എന്റെ കോളം ഒക്കെ വരക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ക്ലാസ് ഞാൻ വരച്ചു. 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. ഓക്കെ, യെസ്. നമുക്ക് ഫ്രീക്വൻസി ഏതായാലും മിഡ് പോയിന്റ് ചെയ്താൽ അല്ലെ. മിഡ് പോയിന്റ് എങ്ങനെ മിഡ് പോയിന്റ് വരിക? 5 അല്ലെ. 0 ന് 10 മിഡ് പോയിന്റ് 5, then 15, 25, 35, 45, 55. റെഡി? യെസ്. മക്കളെ ഫ്രീക്വൻസി കൂടി ചെയ്താലോ? യെസ്, ഫ്രീക്വൻസി വന്നിട്ടുണ്ടല്ലോ. ഫ്രീക്വൻസി യെസ്. എങ്ങനെ ഫ്രീക്വൻസി? യെസ്, 6, 8, 14, 16, 4, 2. റെഡി? യെസ്. അപ്പോ മീൻ ഡീവിയേഷൻ അബൌട്ട് എന്ത് കണ്ടുപിടിക്കണം? യെസ്, മീഡിയൻ. മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്. നിങ്ങൾക്ക് ആരെ വേണം മക്കളെ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണം അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് 6,
6ന്റെ കൂടെ 8 കൂട്ടിയാൽ 14, 14 14 പേര് വന്നാൽ 28, 28ന്റെ കൂടെ 16 പേര് വന്നാൽ 44, ഈ 4 പേര് കൂടി വന്നാൽ 48, ഈ 2 പേര് കൂടി വന്നാൽ 50 കേട്ടോ. അപ്പൊ ടോട്ടൽ ഫ്രീക്വൻസി 50, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. റെഡി? യെസ് മക്കളെ നോക്കടാ, ടോട്ടൽ നമ്പർ ഓഫ് ആളുകൾ ന്റെ വാല്യൂ നമുക്ക് 50 എന്നാ കിട്ടിയത്. 50 മീൻസ് യെസ് 50. എങ്ങനെ നമ്മൾ മീഡിയം കണ്ടുപിടിക്കുക? മീഡിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? യെസ്, മീഡിയൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ടേ. മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 L plus n/2 minus c/f into h. ഇത് ചെയ്താൽ നമുക്ക് മീഡിയൻ കിട്ടും അല്ലേ? ഇത് കിട്ടുന്നതിന് മുന്നേ നമുക്ക് മീഡിയൻ ക്ലാസ് ഉറപ്പുവരുത്തണം അല്ലേ? മീഡിയൻ ക്ലാസ്. അപ്പൊ എന്ത് ചെയ്യണം? n കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ n/2 വാല്യൂ കിട്ടുക. n/2 വാല്യൂ എത്ര വരിക? 25 അല്ലേ? n 50 ആണെങ്കിൽ n/2 എത്ര മക്കളെ? 25. എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 25 കൂടുതലോ ഉള്ള ക്ലാസ് നമ്മൾ എടുക്കേണ്ടത്. എടാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 25 എവിടെയെങ്കിലും വരുന്നുണ്ടോ? 6, 14, 28, 44, 48, 50 എവിടെയും 25 വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? 25ന് തൊട്ട് ജസ്റ്റ് വലിയ വാല്യൂ, അതായത് 14 കഴിഞ്ഞാൽ പിന്നെ 28 ആണ്. 28 25നേക്കാൾ വലുതാണല്ലോ. അപ്പൊ മക്കളെ ഈ ക്ലാസ് ആണ് എന്ത്? എന്റെ മീഡിയൻ ക്ലാസ്. ഓക്കെ, 20 മുതൽ 30 വരെയുള്ള ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഞാൻ എന്ത് ചെയ്യുന്നത്? മീഡിയൻ ക്ലാസ് ആക്കിയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ മീഡിയൻ കണ്ടുപിടിക്കും? യെസ്, മീഡിയൻ ഈസ് ഈക്വൽ ടു L എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എത്രയാടാ? 20 പ്ലസ് n/2 ഓൾറെഡി നമുക്കറിയാം 25. റെഡി? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താ മക്കളെ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ശ്രദ്ധിക്കുക. നമ്മൾ ചൂസ് ചെയ്ത മീഡിയൻ ക്ലാസ്സിന് തൊട്ട് മുകളിൽ ഒരു ക്ലാസ് ഉണ്ടല്ലോ, ആരാ? 10, 8, 20 അല്ലെ? അവരുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് എന്ത്? സി കേട്ടോ. എത്രയാണ്? 14 ഡിവൈഡഡ് ബൈ മക്കളെ ശ്രദ്ധിക്കുക ഫ്രീക്വൻസി. ഏതാ ഫ്രീക്വൻസി? മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി. മീഡിയൻ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? മീഡിയൻ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? യെസ് യെസ് യെസ്, മീഡിയൻ ക്ലാസ്സിൽ 14 പേര് അല്ലെ? 14 പേര് ഇൻറ്റു എച്ച് നമ്മൾ ക്ലാസ് എടുത്ത് കേട്ടോ. 10, 8, 20 ക്ലാസ് എടുത്ത് എത്രയാ? 10. റെഡി? ഇതെങ്ങനെ സോൾവ് ചെയ്യണം? യെസ്, കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. 20 പ്ലസ് 25 മൈനസ് 14 11/14 ഇൻറ്റു 10 എന്നൊക്കെ കിട്ടും. മീഡിയം നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണെന്ന് അറിയോ? യെസ്, 27.875 എന്ന് കിട്ടും കേട്ടോ. എത്ര കിട്ടും? 27.85. റൗണ്ട് ഫിഗർ അല്ല കേട്ടോ, 27.85 ആണ് നമുക്ക് കിട്ടുന്ന മീഡിയം. റെഡി? 27.85 ഈസ് മൈ മീഡിയം. ഞാൻ മീഡിയം ഇവിടെ എഴുതുന്നുണ്ട് 27.85. യെസ്, ഇനി എന്ത് ചെയ്യണം? മീഡിയൻ കിട്ടിക്കഴിഞ്ഞാൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ അല്ലേ? യെസ്, xi മൈനസ് എമ്മിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കണം. fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എം കണ്ടുപിടിക്കണം. ആൻസർ എഴുതാം കേട്ടോ. അപ്പൊ ആദ്യം xi മൈനസ് എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാം കേട്ടോ. ശ്രദ്ധിച്ചേ, 27.85 അല്ലേ? xi ആരാ മക്കളെ? xന്റെ കൊടുത്താ കേട്ടോ. 5 മൈനസ് 27.85 ചെയ്യുമ്പോൾ 22.85 അല്ലേ? 15 എന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 12. യെസ്, എത്ര കിട്ടും? 12.85 എന്ന് കിട്ടും. യെസ്, 25 എന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും മക്കളെ? 2.85 എന്ന് കിട്ടും. 35 എന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? എഗെയിൻ 12.85 കിട്ടും. 45 എന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? യെസ്, മതി ഒന്നുകൂടി കേട്ടോ. യെസ്, xi മൈനസ് എമ്മിന്റെ വാല്യൂ ഒന്ന് എഴുതുന്നുണ്ടേ. യെസ്, 5 മൈനസ് 27.85 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക് അവിടെ? 22.85 എന്ന് കിട്ടും. 22.85. യെസ്, അടുത്ത xi വാല്യൂ 15 അല്ലേ? 15 എന്ന് കുറച്ച് എത്ര കിട്ടും മക്കളെ? 12.85. റെഡി? അടുത്ത xi വാല്യൂ എത്രയാടാ? 14 അല്ലോ, സോറി 25. 25 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 25 കുറച്ചാൽ നമുക്ക് 2.85 കിട്ടും. 35 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 7.15 കിട്ടും. 45 കുറച്ചാലോ? 45 കുറച്ചാൽ നമുക്ക് 17.15 കിട്ടും. റെഡി? അതുപോലെ 55 കുറച്ചാൽ മക്കളെ നമുക്ക് കിട്ടുന്ന എത്രയാ? 27.15 കിട്ടും. റെഡി?
ഓക്കെ. ഇപ്പൊ 22.85, 12.85, 2.85, 7.15, 17.15, 27.15. റെഡി? ഇതിന്റെ കൂടെ ആരെ ഇൻറ്റു ചെയ്യണം? FI ഇൻറ്റു XI മൈനസ് എമ്മിനെ ഇൻറ്റു ചെയ്യണം. എന്താ ഇക്വേഷൻ? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ FI ഇൻറ്റു XI മൈനസ് എമ്മിന്റെ അബ്സല്യൂട്ട് വാല്യൂ ഹോൾ ബൈ n. റെഡി? അപ്പോ ഫ്രീക്വൻസി 6, 8, 4 ആ കോളം കാണുന്നുണ്ടല്ലോ. യെസ്, മൾട്ടിപ്ലൈ ചെയ്യണേ. എങ്ങനെ കിട്ടും? 6 × 22.85 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 137.1. എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. യെസ്. 15 × 12.85 ചെയ്യുമ്പോൾ മക്കൾ നമുക്ക് എത്ര കിട്ടും? 102.8 എന്ന് കിട്ടും. ഓക്കെ. 14 × 2.85 ചെയ്യുമ്പോൾ നമുക്ക് 39.9 എന്ന് കിട്ടും. 16 × 7.15 ചെയ്യുമ്പോൾ 114.4 എന്ന് കിട്ടും. 4 × 17.15 68.6. 2 × 27.15 നമുക്ക് എത്ര കിട്ടും? യെസ്, 54.3. ഇത് മൊത്തം സമ്മ് ചെയ്യണേ. മൊത്തം സമ്മ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാ? 517.1. ആൻസർ 517.1 ഡിവൈഡഡ് ബൈ 50. 10 point something കിട്ടും. ആൻസർ വിൽ ബി 10.34. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആൻസർ കിട്ടും. റെഡി? അപ്പൊ ഇത്രയേ ഉള്ളൂ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ്. ശ്രദ്ധിക്കുക, ആ ഇക്വേഷൻ എല്ലാവരും പഠിക്കണം കേട്ടോ. മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? L + n/2 - C/f × h. L എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. n/2 അറിയാലോ, ഫ്രീക്വൻസിയുടെ പകുതി. C ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ആരുടെയാ? നമ്മൾ ചൂസ് ചെയ്ത മീഡിയൻ ക്ലാസ് ഉണ്ടല്ലോ, അതിന് തൊട്ട് മുമ്പിൽ വരുന്ന മീഡിയൻ ക്ലാസിന്റെ തൊട്ട് മുമ്പിൽ വരുന്ന ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. F മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി. മീഡിയൻ ക്ലാസ്സിൽ എത്രത്തോളം ആളുകളുണ്ട്? ഇവിടെ എത്രയുണ്ട്? 14 കേട്ടോ. H ക്ലാസ് വിഡ്ത്ത്. റെഡി? യെസ്. അപ്പൊ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, കാൽക്കുലേറ്റ് ദി മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഏജ് ഫോർ ഏജ് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് 100%. കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ചെയ്യണം. ഇത് ചെയ്യാനുള്ള റീസൺ ശ്രദ്ധിക്കുക, നമുക്കിത് കണ്ടിന്യൂസ് അല്ല ഡാറ്റ. നോക്കടാ, ഒന്ന് 16 to 20, അടുത്തെന്താ 21 to 25. തൊട്ട് മുന്നേ കണ്ടോ 0 to 10, 10 to 20. അതിങ്ങനെ ഫ്ലോയിൽ പോകണം. 0 to 10, 10 to 20, 20 to 30 അല്ലേ? ബ്രേക്ക് വരരുത്. ഇവിടെ എന്ത് വന്നു മക്കളെ? ബ്രേക്ക് വന്നു. റെഡി? അപ്പൊ അത് കണ്ടിന്യൂസ് ആക്കണം. അപ്പൊ കണ്ടിന്യൂസ് ആക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എത്രേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? ലോവർ ലിമിറ്റിൽ നിന്ന് ഒരു 0.5 കുറയ്ക്കുക, അപ്പർ ലിമിറ്റിൽ ഒരു 0.5 കൂട്ടുക കേട്ടോ. അപ്പൊ എങ്ങനെ വരും? ഇവിടെ നോക്കിക്കോ, ക്ലാസ് ശ്രദ്ധിക്കുക. യെസ്, 0.5 കുറച്ച് എത്ര വരും? 15.5 ഇവിടെ വരും. അവിടെ എത്ര വരും? 20.5 കേട്ടോ. അടുത്തത് 20.5 നിന്ന് യെസ് എത്ര വരും മക്കളെ? 25.5 വരും. റെഡി? യെസ്, ശ്രദ്ധിക്കുക, 25.5 നിന്ന് 30.5 30.5 നിന്ന് 35.5 കേട്ടോ. 35.5 യെസ്, 35.5 നിന്ന് ശ്രദ്ധിക്കുക എത്ര വരണം നമുക്ക്? 40.5. റെഡി? 40.5 നിന്ന് എത്ര വരണം? 45.5. 45.5 നിന്ന് 50.5. 50.5 നിന്ന് 55.5 കേട്ടോ. ഇപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കണ്ടിന്യൂസ് ആക്കണം. കണ്ടോ? 15.5 നിന്ന് 20.5, 20.5 എന്നാണ് അടുത്ത ഇന്റർവെൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് അല്ല എങ്കിൽ കണ്ടിന്യൂസ് ആക്കാനുള്ള പരിപാടി എന്താ? ഒരു 0.5 കുറയ്ക്കുക. എവിടെ? ലോവർ ലിമിറ്റിൽ 0.5 കുറയ്ക്കുക, അപ്പർ ലിമിറ്റിൽ 0.5 കൂട്ടുക കേട്ടോ. യെസ്. അപ്പോ ഇതിന്റെയൊക്കെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം അല്ലെ? മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. എന്ത് വരടാ? യെസ്, 15.5ന്റെയും 20.5ന്റെയും മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എത്ര വരും മക്കൾ? നമുക്കത് 18 എന്ന് വരും അല്ലേ? 15.5 നിങ്ങൾ ആവറേജ് തന്നെ കേട്ടോ. 20.5/2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? യെസ്, 36. 36/2 18. റെഡി? അടുത്തത് 20.5ഉം 25.5ഉം അതിന്റെ മിഡ് പോയിന്റ് നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 23 അല്ലേ? അടുത്തതിന്റെ എത്ര കിട്ടും? 28, 35, സോറി 33, 35, യെസ് 43, 48, ഇവിടെ 38 അല്ലേ വരാ? 38 കേട്ടോ. 38, 43 ആൻഡ് ലാസ്റ്റ് 53. റെഡി? 18, 23, 28, 33, 38, 43, 48, 53. ഇതാണ് എന്തിന്റെ മിഡ് പോയിന്റ് കേട്ടോ. ഫ്രീക്വൻസി കൂടി എഴുതിക്കോ. ഫ്രീക്വൻസി നമുക്കറിയാൻ തന്നിട്ടുണ്ടല്ലോ. എത്രയാ? 5, 6, 12, 14, 26, 12, 16, 9. അപ്പൊ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം അല്ലേ?
എങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതണ്ടേ? യെസ് 5, 5ന്റെ കൂടെ 6 കൂട്ടിയാൽ 11, 11ന്റെ കൂടെ 12 കൂട്ടിയാൽ 23, 23ന്റെ കൂടെ 14 കൂട്ടിയാൽ മക്കളെ എത്ര വരും? 7, 37, 37ഉം 20ഉം 57ഉം 6ഉം 63, 63ഉം 73, 75, 75ഉം 10ഉം 85, 6, 91, 91, 9ഉം എത്ര? 100. ടോട്ടൽ എത്ര ആളുകളുണ്ട് അവിടെ? 100 പേരുണ്ട്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. യെസ്, എങ്ങനെ മീഡിയം കണ്ടുപിടിക്കണ്ടേ? യെസ്, n/2ന്റെ വാല്യൂ എടുക്ക്. n/2ന്റെ വാല്യൂ എത്രയാ? 50. അപ്പോൾ 50 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്ന ആരെങ്കിലും ഉണ്ടോ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 50 വരുന്ന ആരുമില്ല. എന്ത് ചെയ്യണം? 50യേക്കാൾ തൊട്ടടുത്ത വലിയ വാല്യൂ ഏതാ? ഇവിടെ 37 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന വാല്യൂ 63 അല്ലേ? സോ 35.5 to 40.5 ആണ് എന്ത്? നമ്മുടെ മീഡിയം ക്ലാസ് കേട്ടോ. അപ്പൊ എങ്ങനെ മീഡിയം കണ്ടുപിടിക്കും മക്കളെ? മീഡിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? യെസ്, മീഡിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ L plus n/2 minus c by f into h. L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് എത്ര? 35.5 പ്ലസ് n/2 എത്രയാ? 50 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതായത് മീഡിയം ക്ലാസിന്റെ തൊട്ട് മുകളിൽ ക്ലാസ് ഏതാ? 37 ബൈ ഫ്രീക്വൻസി എത്ര മക്കളെ? യെസ്, 35.5 to 40.5 എത്ര ആളുകളുണ്ട്? 26 ഇൻറ്റു ഹൈറ്റ്, സോറി ഹൈറ്റ് അല്ല, ഡിഫറൻസ് അല്ലെ? ക്ലാസ് ഡിഫറൻസ് എത്ര വരും? ക്ലാസ് ഡിഫറൻസ് 5. റെഡി? അപ്പൊ 35.5 പ്ലസ് 50 മൈനസ് 37 ബൈ 26 ഇൻറ്റു 5. 50 മൈനസ് 37 13, 13 26 കട്ട് ചെയ്ത 2, 5/2 2 കേട്ടോ. 35.5 പ്ലസ് 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 38 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 38 ഈസ് മൈ മീഡിയൻ. റെഡി? അപ്പൊ മീഡിയൻ കിട്ടി. മീഡിയൻ നമുക്ക് എത്ര കിട്ടി? മീഡിയൻ നമുക്ക് കിട്ടി എത്ര? 38. യെസ്, അപ്പൊ മീഡിയം കിട്ടിക്കഴിഞ്ഞാൽ ഇനിയുള്ള പരിപാടികളൊക്കെ എളുപ്പമല്ലേ? യെസ്, ആരൊക്കെ ആഡ് ചെയ്യണം മക്കളെ? കോളം നമുക്ക് ശ്രദ്ധിക്കുക, മോഡുലസ് ഓഫ് xi മൈനസ് എം എന്ന് പറഞ്ഞ കോളം വേണം. പിന്നെയോ fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എം എന്ന് പറയുന്ന കോളവും വേണം. റെഡി? അപ്പോൾ xi മൈനസ് എം എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, 18 മൈനസ് 38 20 അല്ലേ? റെഡി? 23 മൈനസ് 18 നമുക്ക് എത്ര കിട്ടും? 15. 28 മൈനസ് 38 10. 33 മൈനസ് 38 5. 38 മൈനസ് 38 0. 43 5. 48 10. 53 എത്ര കിട്ടും? 15. റെഡി? അപ്പോൾ xi മൈനസ് എം കിട്ടിയില്ലേ? ഇനി ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. 5 into 20 100, 50 into 60, 50 into 60 എത്ര കിട്ടും? 90, 120. റെഡി? 40 into 5 എത്ര കിട്ടും? 0 to 70. റെഡി? ദെൻ 0, 60, 160, 15 into 9, 15 into 10, 150, 135. റെഡി? യെസ് മക്കളെ, ഇത് മൊത്തം ആഡ് ചെയ്തേ. fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എം എന്ന് പറയുന്ന കോളം മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണെന്ന് അറിയോ? 735 ആയിരിക്കും കേട്ടോ അല്ലേ? 100ഉം കൂട്ടി നോക്കിയേ. 100, 190, 120 കൂട്ടിയാൽ 0, 1, 310, 70 കൂട്ടിയാൽ 380, 60 കൂട്ടിയാൽ 440, 440 60 കൂട്ടിയാൽ 500, 600, 735 കിട്ടും കേട്ടോ. 735. എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യണേ. കാൽക്കുലേറ്റർ വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക, തെറ്റിക്കരുത്. റെഡി? അപ്പോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ fi xi മൈനസ് എം ഡിവൈഡഡ് ബൈ n കേട്ടോ. 735 ബൈ 100 ചെയ്യുമ്പോൾ 7.35. ദിസ് ഈസ് ദി ആൻസർ. റെഡി? 7.35. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് വേരിയൻസ് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. 6, 8, 10, 12 ഇത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് അല്ലേ? എങ്ങനെയാ മക്കളെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n ഇതാണ്. റെഡി? അപ്പൊ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കണം? എക്സ് ബാറിനെ കണ്ടുപിടിക്കണം അല്ലേ? എക്സ് ബാറിനെ എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, എല്ലാവരും ആഡ് ചെയ്യണം. 6 + 8 + 10 + 12 + 14 + 16 + 18 + 20 + 22 + 24. ടോട്ടൽ എത്ര പേരുണ്ട് മക്കളെ അവിടെ? ടോട്ടൽ 3 3 6, 6 3 9 10 പേരുണ്ട് കേട്ടോ. എത്രയാ നമുക്ക് മീൻ കിട്ടുക? ഇത് മൊത്തം സമ്മ് ചെയ്താൽ നമുക്ക് ആൻസർ 330 ആണ് കിട്ടുന്നത്. നോട്ടെ, 6 8 14, 24, 24 12 36, 4 40 50, 66, 66 18, 8 74 84, 104, 104 2 124, 126, 24 ചെയ്താൽ 150 എന്ന് കിട്ടും. ബൈ 10 ചെയ്താൽ 15. മീൻ എത്ര കിട്ടും? 15. എല്ലാവരും കാൽക്കുലേറ്റർ വെച്ചിട്ട് തന്നെ ചെയ്യണം. മീൻ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 15. റെഡി? യെസ്, മീൻ വാല്യൂ എനിക്ക് 15 കിട്ടും. ഞാൻ മീൻ വാല്യൂ ഇവിടെ എഴുതിയിട്ടാ. x = 15. ഇനി എന്ത് ചെയ്യണം? xi നമുക്കറിയാം.
എക്സ് എത്രയാ 6 8 10 12 14 16 18 20 22 24 എക്സ് ഐ മൈനസ് എക്സ് ബാറിന്റെ ഹോൾ സ്ക്വയർ ചെയ്യണം അല്ലേ? എങ്ങനെ ചെയ്യാം ശ്രദ്ധിച്ചേ. 6 മൈനസ് 15 മൈനസ് 9 സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ? 81 അല്ലേ? 8 മൈനസ് 15 7 മൈനസ് 7 മൈനസ് 7 സ്ക്വയർ 49. റെഡി? 15 മൈനസ് 10 അല്ലെങ്കിൽ 10 മൈനസ് 5 മൈനസ് 5 സ്ക്വയർ ചെയ്യുമ്പോൾ 25. 12 കുറച്ചാൽ മൈനസ് 3 സ്ക്വയർ 9. 14 കുറച്ചാൽ മൈനസ് 2 സ്ക്വയർ 1. 16 കുറച്ചാൽ 1 1 സ്ക്വയർ 1. 18 കുറച്ചാൽ 3 3 സ്ക്വയർ 9. 20 കുറച്ചാൽ 5 5 സ്ക്വയർ 25. 22 മൈനസ് 15 7 7 സ്ക്വയർ 49. 24 മൈനസ് 15 ചെയ്താൽ മക്കളെ ശ്രദ്ധിക്കുക 9 9 സ്ക്വയർ 81. റെഡി? അപ്പോ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ ചെയ്താൽ നമുക്ക് ആരെ കിട്ടി? നമ്മുടെ വേരിയൻസിന് കിട്ടി. അതായത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച കോളം ഉണ്ടല്ലോ, ഈ കോളം ഇത് മൊത്തം ആഡ് ചെയ്യണം. ഈ കോളം കംപ്ലീറ്റ്ലി ആഡ് ചെയ്യണം കേട്ടോ. ആ കോളം കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണെന്ന് അറിയോ? 330 കേട്ടോ. 330 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. എത്ര ടേംസ് ഉണ്ട് ഇവിടെ? 10. ആൻസർ എത്ര കിട്ടും? യെസ് 33 കിട്ടും. റെഡി? യെസ്. ഇതാണ് എന്ത്? വേരിയൻസ്. അപ്പൊ വേരിയൻസ് അറിയാമെങ്കിൽ മക്കളെ എങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് വേരിയൻസ്. റൂട്ട് ഓഫ് വേരിയൻസ് അല്ലേ? റൂട്ട് ഓഫ് 33. ഇതാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ വേരിയൻസ് നമുക്ക് കിട്ടി. സിഗ്മ സ്ക്വയർ എത്രയാ? 33. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എത്രയാ? റൂട്ട് 33. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസിങ് ഷോർട്ട് കട്ട് മെത്തേഡ്. ശ്രദ്ധിക്കുക കേട്ടോ, ഷോർട്ട് കട്ട് മെത്തേഡ് ശ്രദ്ധിക്കുക. അപ്പൊ ഷോർട്ട് കട്ട് മെത്തേഡ് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ടേബിൾ അങ്ങ് വരക്കാം. എന്താ നമുക്ക് പറയാം? എക്സ് ഐ 60 61 62 63 64 65 66 67 68. റെഡി? ഫ്രീക്വൻസി നമ്മൾ എഴുതി 2 1 12 29 25 12 10 4 5. ഓക്കെ. അപ്പൊ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യണം? ഒരു അസ്യൂംഡ് മീൻ എടുക്കണം കേട്ടോ. അതായത് നമ്മളൊരു മീൻ ഒരു നമ്പറെ അസ്യൂം ചെയ്യാം. ഓക്കെ. അത് എപ്പോഴും എങ്ങനെ എടുക്കണം എന്നറിയോ? ഈ ഡാറ്റേന്റെ ഏകദേശം നടുക്ക് വരുന്ന സംഖ്യ അല്ലെ? ഏകദേശം നടുക്ക് വരുന്ന ആരാ? 64 അല്ലേ? അപ്പൊ ഞാൻ എടുക്കുന്ന അസ്യൂം മീൻ ആരാ? 64 കേട്ടോ. അസ്യൂംഡ് മീൻ ആരാ മക്കളെ? 64. ഓക്കെ. ഇനി ഇതൊക്കെ നമ്മൾ ഇൻഡ് ചെയ്യുമ്പോഴേ വലിയ വലിയ സംഖ്യകളാണ് വരിക. അപ്പൊ ആ സംഖ്യകളുടെ വലുപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ എക്സ് ഐനെ മാറ്റിയിട്ട് നമ്മൾ ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? വൈ ഐ എന്ന് പറയുന്ന ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ വൈ ഐ എങ്ങനെ കണ്ടുപിടിക്കാൻ വെച്ചാൽ ശ്രദ്ധിക്കുക. എല്ലാ എക്സ് ഐനും നമ്മൾ എന്ത് ചെയ്യുന്നു? 64 കുറച്ചിട്ട് എത്രയാണ് ഇവർ തമ്മിൽ ഡിഫറൻസ് ഇപ്പോൾ 1 ആ. അപ്പൊ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും കേട്ടോ. എങ്ങനെയാണ് വൈ ഐ കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഐ മൈനസ് എത്രയാണ് നമ്മുടെ അസ്യൂംഡ് മീൻ? ഇവിടെ എഴുതാം. വൈ ഐ ഇസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് അസ്യൂംഡ് മീൻ ഡിവൈഡഡ് ബൈ എച്ച് കേട്ടോ. അതായത് എക്സ് ഐയെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആര്? അസ്യൂംഡ് മീൻ അല്ലേ? അസ്യൂംഡ് മീൻ അതിന് കുറയ്ക്കുന്നു. ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറഞ്ഞ ഡിഫറൻസ്. ഇവിടെ ഡിഫറൻസ് എല്ലാം 1 കേട്ടോ. അപ്പൊ നമുക്ക് വൈ ഐ കണ്ടുപിടിക്കാലോ മക്കളെ. വൈ ഐ ശ്രദ്ധിക്കുക. വൈ ഐ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? യെസ് ഞാൻ ഇവിടെ കേട്ടോ. വൈ ഐ ഇസ് ഈക്വൽ ടു എക്സ് ഐ മൈനസ് അസ്യൂംഡ് മീൻ 64 ആണ് ബൈ ഇവിടെ ഡിഫറൻസ് 1 കേട്ടോ. ഓക്കെ. അപ്പൊ 60 മൈനസ് 64 ചെയ്യുമ്പോൾ ഇവിടെ -4. 61 മൈനസ് 64 -3. 62 മൈനസ് 2 മൈനസ് 1 0 1 2 3 4. കണ്ടോ? നമുക്ക് എക്സ് ഐ എന്ന് പറയുമ്പോൾ 60 61 62 വലിയ വലിയ സംഖ്യകളാ. ആ സംഖ്യകളിൽ നിന്ന് മാറി ഞാൻ എന്ത് ചെയ്തു? വൈ ഐ വളരെ ചെറിയ സംഖ്യകളാക്കി മാറ്റിയത് വൈ. യെസ്. ഇനി എന്ത് ചെയ്യണം? യെസ്, നമുക്ക് ആരെ കണ്ടുപിടിക്കണം? യെസ്, മീനിനെ കണ്ടുപിടിക്കണം അല്ലെ? ആക്ച്വൽ മീനിനെ കണ്ടുപിടിക്കണം. ആക്ച്വൽ മീനിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അസ്യൂംഡ് മീൻ പ്ലസ് സിഗ്മ എഫ് ഐ വൈ ഐ ഹോൾ ബൈ എൻ. ഇതാണ് നമ്മുടെ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സാധാരണഗതി നമ്മൾ എന്തെടുക്കുക? സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ എൻ ചെയ്താൽ നമുക്ക് മീനായി കേട്ടോ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു മീൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ? അതിൽ നിന്ന് നമ്മൾ വൈ ഐ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ നമ്പേഴ്സ് ആക്കി വെച്ചതല്ലേ? അപ്പോൾ ആക്ച്വലി മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ പ്ലസ് സിഗ്മ എഫ് ഐ വൈ ഐ ബൈ എൻ. ഇത് കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി മാത്രം കേട്ടോ. യെസ്. അപ്പോൾ എഫ് ഐ വൈ ഐ എന്ന് പറയുന്ന കോളം നമുക്ക് വേണം. ഫ്രീക്വൻസി ഉണ്ട്, വൈ ഐ ഉണ്ട് അല്ലെ? ഇൻറ്റു ചെയ്ത് എത്ര കിട്ടും? യെസ്, എഫ് ഐ വൈ ഐ -8 -3 -24 -29 0 12 20 12 20. റെഡി? യെസ്. അപ്പൊ അസ്യൂംഡ് മീൻ കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കണം അസ്യൂംഡ് മീൻ? ശ്രദ്ധിക്കുക. യെസ്
അസ്യൂംഡ് മീൻ അല്ല, ആക്ച്വൽ മീൻ എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ FI/YI ഹോൾ ബൈ n അല്ലേ? എ എത്രയാ മക്കളെ? നമ്മൾ വിചാരിച്ച മീൻ എത്രയായിരുന്നു? 64 പ്ലസ് ഇത് മൊത്തം ആഡ് ചെയ്യണം FI/YI. FI/YI ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇതൊക്കെ -8 -3 -11 ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ആൻസർ 0 വരും കേട്ടോ. ക്യാൻസൽ ചെയ്ത് എന്ത് വരും? 0 വരും. റെഡി? -8 -3 -24 -29 12 20 12 20 നമുക്ക് ക്യാൻസൽ ചെയ്താൽ ആൻസർ വരും 0. 0 ബൈ n ചെയ്താലും 0 തന്നെയല്ലേ? സോ നമ്മുടെ മീൻ എത്ര തന്നെയാ മക്കളെ? 64 കേട്ടോ. ഈ കേസിൽ നമുക്ക് 64 തന്നെ ആയിപ്പോയതാണ് കേട്ടോ. അപ്പൊ 64 അല്ലാതെ വേറെ ഏത് സംഖ്യ വരുന്ന കേസും ഉണ്ടാവും. ഓക്കെ, അപ്പൊ മീൻ കിട്ടി നമുക്ക് എത്ര? 64. ഓക്കെ, അപ്പൊ ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരുന്നു ക്വസ്റ്റ്യൻ. മീൻ നമ്മൾ കണ്ടുപിടിച്ചു. മീൻ എത്രയായിരുന്നു? 64. ഓക്കെ, മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. എ പ്ലസ് സിഗ്മ FI/YI ഹോൾ ബൈ n. ഹോൾ ബൈ n അല്ല, FI/YIക്കാണ് ബൈ. റെഡി? യെസ്. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഷോർട്ട് കട്ട് മെത്തേഡ് ആണെങ്കിൽ പഠിക്കണേ. സിഗ്മ സ്ക്വയർ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കുക. h²/n². ശ്രദ്ധിക്കുക, n ഇൻറ്റു സിഗ്മ FI/YI² മൈനസ് സിഗ്മ FI/YI ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കേട്ടോ. എന്താ ഇക്വേഷൻ? h² ആകുമ്പോൾ ഇവിടെ ക്ലാസ്സിലെടുത്ത നമ്മളെ ഡിഫറൻസ് ഇവിടെ വന്ന n നമുക്കറിയാം, ഫ്രീക്വൻസിന് സമ്മ് അല്ലെ? സിഗ്മ FI/YI² മൈനസ് സിഗ്മ FI/I ഹോൾ സ്ക്വയർ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് 2 കോളം കൂടി ആഡ് ചെയ്താലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെ കോളമാണ്? ശ്രദ്ധിക്കുക, നമുക്ക് ഒന്ന് ആരെ വേണം? YI ഹോൾ സ്ക്വയർ വേണം. അതുപോലെ ആര് വേണം? FI/YI² വേണം. റെഡി? യെസ്. YI എടാ -4 സ്ക്വയർ 16, 3 9, -2 4, -1 1, 0 1 4 9 16. റെഡി? യെസ്. മക്കളെ FI ഇൻറ്റു YI ഹോൾ സ്ക്വയർ, ആ 2 കോളം ഇൻറ്റു ചെയ്യണം. FI 2 ആണ്, 16 ഇൻറ്റു ചെയ്താൽ 32, 9 12 ഇൻറ്റു 4 48, 29 0, 12 ഇൻറ്റു 1 40, 36, 16 ഇൻറ്റു 5 നമുക്ക് എത്ര കിട്ടി? 16 ഇൻറ്റു 5 നമുക്ക് 80 കിട്ടും. റെഡി? അപ്പോ FI/Y1 ഹോൾ സ്ക്വയർ നമുക്ക് ഈ കോളം മൊത്തം ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 286 കിട്ടണം. റെഡി? അപ്പൊ ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടി എഴുതുന്നുണ്ട്. ശ്രദ്ധിക്കാം. യെസ്, സിഗ്മ സ്ക്വയറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? h²/n², n ഇൻറ്റു സിഗ്മ FI/Y² മൈനസ് സിഗ്മ FI/Y1 ഹോൾ സ്ക്വയർ കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ h²ന്റെ വാല്യൂ എത്രയാണ് മക്കളെ? h എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ഒബ്സർവേഷൻസിനിടയിലുള്ള ഗ്യാപ്പ്. എടാ 60, 61, 62, 63 അവിടെ ഗ്യാപ്പ് 1 അല്ലേ? 1 ബൈ n². മക്കളെ n എത്രയാടാ? ടോട്ടൽ n നമുക്ക് നേരത്തെ എടുത്താണല്ലോ, 100 അല്ലേ? 2 + 1 3 + 12 നമുക്ക് നേരത്തെ എടുത്തതല്ലേ നമ്മള്? 2 + 1 3 15, 15ഉം 20ഉം 35 9 44, 44ഉം 20ഉം എത്ര വരും? 64ഉം 69, 69ഉം 10ഉം 79 81, 81 91, 95 100 കേട്ടോ. അപ്പൊ n² എത്ര വരും? 100² അല്ലേ? n ഇൻറ്റു സിഗ്മ FI/Y1², ആരാ? F1/Y1² എത്ര കിട്ടി നമുക്ക്? 286 അല്ലേ? 286. ഓക്കെ, മൈനസ് സിഗ്മ FI/Y1 0യാ, 0ന്റെ സ്ക്വയർ 0 തന്നെ. അപ്പൊ എത്ര കിട്ടി? 100 ഇൻറ്റു 286/100ന്റെ സ്ക്വയർ കേട്ടോ. 100 കട്ട് നമുക്ക് എത്ര കിട്ടി? 2.86. റെഡി? 2.86. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ടത്. റെഡി? ഇത് എന്തായിട്ടുള്ളൂ? വേരിയൻസ് ആയിട്ടുള്ളൂ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ചെയ്യണം മക്കളെ, √2.86 ചെയ്യുക കേട്ടോ. വേരിയൻസ് കണ്ടുപിടിക്കാൻ, വേരിയൻസ് കിട്ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ ചെയ്യണം √2.86. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണെന്ത്? ഷോർട്ട് കട്ട് മെത്തേഡ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? എളുപ്പമാണ്, ഇത്രേ ഉള്ളൂ. സിഗ്മ² = സിഗ്മ, അല്ലേ?
എഫ് ഐ എക്സ് ഐ മൈനസ് സിഗ്മ എഫ് ഐ എക്സ് ഐ ഹോൾ സ്ക്വയർ ഹോൾ ബൈ എൻ അല്ലേ? ഇവിടെ ഇതാട്ടോ. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ എഫ് ഐ സിഗ്മ അല്ലേ, സിഗ്മ എഫ് ഐ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. ഓക്കെ, യെസ്, റെഡി? ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധാരണഗതിയിൽ ചെയ്യാറ്. പക്ഷെ ഇവിടെ ഈ വാല്യൂ അത്യാവശ്യം വലുപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആ വാല്യൂസ് ഒക്കെ എന്തായിരിക്കും? വലിയ വലിയ വാല്യൂസ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഏറ്റവും സിമ്പിൾ ഏത് തന്നെയാണ്? ഷോർട്ട് കട്ട് മെത്തേഡ് തന്നെയാണ് കേട്ടോ. യെസ്, ഫൈൻഡ് ദി മീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഫോളോയിങ് ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? യെസ്, കണ്ടിന്യൂസ് ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് ശ്രദ്ധിക്കുക. ഞാൻ എന്താ വരച്ചു? ക്ലാസ് വരച്ചു. 30:40, 40:50, 50:60, 60:70, 70:80, 80:90, 90:100. റെഡി? ക്ലാസ്. ഓക്കെ, നമുക്ക് ഇവിടെ കണ്ടിന്യൂസ് ബ്രേക്ക് ഒന്നുമില്ല കേട്ടോ. അപ്പോ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാലോ. 30ന്റെ 40ന്റെ എത്രയാ? 35, 45, 55, 65, 75, 85, 95. റെഡി? യെസ്. ഫ്രീക്വൻസി ഏതായാലും മക്കളെ? ഫ്രീക്വൻസി എത്ര ഏതാ? ഫ്രീക്വൻസി യെസ് 3, 7, 12, 15, 8, 3, 2. റെഡി? യെസ്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിയ മക്കളെ, നമുക്ക് ഈ മീൻ കണ്ടുപിടിക്കാൻ ഈ എഫ് ഐയും എക്സ് ഐ ഒക്കെ ഇൻഡു ചെയ്യേണ്ടി വരും അല്ലേ? എഫ് ഐ എക്സ് ഒക്കെ ഇൻഡു ചെയ്യേണ്ടി വരില്ലേ? എഫ് എക്സ് ഇൻഡു ചെയ്യുമ്പോൾ 35:3, 45:7, 55:12 വലിയ വലിയ സംഖ്യകളാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തിലേക്ക് പോവാം? ഷോർട്ട് കട്ട് മെത്തേഡിലേക്ക് പോവാം കേട്ടോ. എങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യണ്ടേ? നിങ്ങൾ ഒരു നമ്പറിനെ നിങ്ങൾ മീൻ ആയിട്ട് അസ്യൂം ചെയ്യുക. ഏത് നമ്പറിനെ എടുക്കണ്ടേ? ഏകദേശം നടുക്ക് വരുന്ന വാല്യൂ ഏതാ? നോക്കിയേ, 65 അല്ലേ ഏകദേശം നടുക്ക് വരുന്നേ? അപ്പൊ ഞാൻ അസ്യൂംഡ് മീൻ എന്തെടുത്തു? 65. റെഡി? അപ്പോ വൈ ഐ എന്ന് പറയുന്ന കോളം ആഡ് ചെയ്യണമല്ലോ. വൈ ഐ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ശ്രദ്ധിക്കുക. എല്ലാ എക്സ് ഐ നിന്നും എ കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ എത്രയാണ് ഡിഫറൻസ് നോക്കണം. 30, 40 ഡിഫറൻസ് 10 അല്ലേ? യെസ്. എക്സ് ഐ മൈനസ് എ ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? വൈ. അപ്പൊ എങ്ങനെ ചെയ്യും മക്കളെ? നോക്കണം. 35 മൈനസ് 65, 35 മൈനസ് 65 ചെയ്യുമ്പോൾ -30, -30 10 എത്രയാ? -3. എത്ര കിട്ടും? -3. ഓക്കെ, യെസ്. 45 മൈനസ് 65 -25, 25 കുറച്ച് ബൈ 10 ചെയ്യുമ്പോൾ എത്ര കിട്ടും? -2. റെഡി? അഗൈൻ 55 മൈനസ് 65 ചെയ്താൽ -10 ചെയ്താൽ 1, ഇവിടെ 0, ഇവിടെ 1, 2, 3. ഓക്കെ, വൈ ഐ. റെഡി? യെസ്. ഇനി നമുക്ക് ഏതൊക്കെ കോളം കൂടി ആഡ് ചെയ്യണം? സി, നമുക്ക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ശ്രദ്ധിക്കുക. മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഐ വൈ ഐ ഓൾ ബൈ എൻ. അസ്യൂംഡ് മീൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാ? 65 പ്ലസ് സിഗ്മ എഫ് ഐ, ഇത് മൊത്തം ആഡ് ചെയ്യണം. സിഗ്മ എഫ് ഐ വൈ ഐ, എഫ് ഐ വൈ 1 നമ്മളെ കോളം ആഡ് ചെയ്തിട്ടില്ല അല്ലേ? യെസ് യെസ്. ശ്രദ്ധിക്കുക. എഫ് ഐ ഇൻറ്റു വൈ ഐ കോളം ആഡ് ചെയ്യും. യെസ്. എങ്ങനെ ആഡ് ചെയ്യണ്ടേ? 3 × -3 -9, -14, -12, 0, 8, 6, 6 അല്ലേ? ഇത് മൊത്തം ആഡ് ചെയ്ത് എത്ര കിട്ടും? എഫ് ഐ വൈ ഐ ആഡ് ചെയ്താല് നമുക്ക് കിട്ടുന്ന ആൻസർ അവിടെ എത്രയായിരിക്കും അറിയോ? -15 കിട്ടുക. റെഡി? കുട്ടികളെല്ലാം ചെയ്ത് നോക്കണം കേട്ടോ. യെസ്. അപ്പോ എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ പ്ലസ് സിഗ്മ എഫ് ഐ വൈ ഐ ഹോൾ ബൈ എൻ. എ എങ്ങനെ മക്കളെ? എ 65 പ്ലസ് സിഗ്മ എഫ് ഐ വൈ ഐ, സിഗ്മ എഫ് ഐ വൈ എത്രയാ? -15 ബൈ എൻ എത്രയാ മക്കളെ? ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. ഫ്രീക്വൻസി നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? യെസ്, ഫ്രീക്വൻസി നമ്മൾ ആഡ് ചെയ്താൽ 15 കിട്ടും. ഓക്കെ, യെസ്. ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ ക്ലാസ് വിഡ്ത്ത് ഉണ്ട്. ക്ലാസ് വിഡ്ത്ത് എത്രയായിരുന്നു? എച്ച് അല്ലേ? ആ എച്ച് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. എച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 10 മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ആൻസർ എത്ര കിട്ടും? 10. ഇവിടെ -3, 65 - 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 62. 62. ഓക്കെ, അപ്പോ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഐ വൈ ഐ ഹോൾ ബൈ എൻ ഇൻറ്റു ക്ലാസ് വിഡ്ത്ത് കൊടുക്കണേ എച്ച്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിലെ എച്ച് ഡിഫറൻസ് എത്രയായിരുന്നു? 1 ആയിരുന്നു. ഉണ്ടോ? അതുകൊണ്ടാണ് ആ എച്ച് വാല്യൂ അവിടെ കൊടുക്കാതിരുന്നത് കേട്ടോ.
ഇവിടെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ്, ക്ലാസ് വിഡ്ത്ത് എത്രയാ 10, ആ 10 കൂടി ഇവിടെ കൊടുക്കണം. അപ്പോ കറക്റ്റ് മീൻ നമുക്ക് കിട്ടി. ആക്ച്വൽ മീൻ എത്രയാ 62. ആ ക്വസ്റ്റ്യൻ ക്ലിയർ കേട്ടോ. യെസ്, ഇനി വേരിയൻസിലേക്ക് വാ. എങ്ങനെ വേരിയൻസ് കണ്ടുപിടിക്കണ്ടേ? വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തല്ലോ. എന്തായിരുന്നു ഇക്വേഷൻ? യെസ്, സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ എൻ സ്ക്വയർ എൻ ഇൻറ്റു സിഗ്മ എഫ് ഐ വൈ സ്ക്വയർ മൈനസ് എഫ് ഐ വൈ ബൈ ഹോൾ സ്ക്വയർ അല്ലേ? യെസ്, അപ്പോ നിങ്ങൾ വൈ ഐ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കണം, എഫ് ഐ ഇൻറ്റു വൈ ഐ ഹോൾ സ്ക്വയറും കണ്ടുപിടിക്കണം. റെഡി? ഇത് രണ്ടും കണ്ടുപിടിക്കണം. യെസ്, അപ്പൊ വൈ ഐ ഹോൾ സ്ക്വയർ എങ്ങനെ ചെയ്യാം? -3ന്റെ സ്ക്വയർ 9, 7ന്റെ സ്ക്വയർ -2ന്റെ സ്ക്വയർ എത്ര കിട്ടും? -2ന്റെ സ്ക്വയർ 4, -1ന്റെ സ്ക്വയർ 1, 0, 1, 4, 9. റെഡി? അപ്പൊ വൈ ഐ ഹോൾ സ്ക്വയർ കിട്ടിയല്ലോ. യെസ്, വൈ ഐ ഹോൾ സ്ക്വയർ കിട്ടി. ഇനി എഫ് ഐ ഇൻറ്റു വൈ ഐ ഹോൾ സ്ക്വയർ, ഫ്രീക്വൻസി ഇൻറ്റു വൈ ഐ 27, 28, 12 ഇൻറ്റു 1 12, 15 ഇൻറ്റു 0 0, 8 ഇൻറ്റു 1 8, 3 ഇൻറ്റു 4 12, 2 ഇൻറ്റു 9 18. റെഡി? യെസ്, ഇക്വേഷനിലേക്ക് വാ. എങ്ങനെ ഇക്വേഷൻ എഴുതണ്ടേ? വേരിയൻസ് 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 ഇസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക ഇക്വേഷൻ എച്ച് സ്ക്വയർ ബൈ എൻ സ്ക്വയർ എൻ ഇൻറ്റു സിഗ്മ എഫ് ഐ വൈ ഐ സ്ക്വയർ മൈനസ് എഫ് ഐ വൈ ഐ ഹോൾ സ്ക്വയർ അല്ലേ? ഓക്കെ, എച്ച് സ്ക്വയർ ക്ലാസ് വിഡ്ത്ത് ഇവിടെ 10 അല്ലേ? 10ന്റെ സ്ക്വയർ 100 ബൈ എൻ സ്ക്വയർ. എൻ എത്ര മക്കളെ? ഫ്രീക്വൻസി 50 സ്ക്വയർ 50 ഇൻറ്റു 50 n ഇൻറ്റു 50 ഇൻറ്റു സിഗ്മ എഫ് ഐ വൈ 1 ഹോൾ സ്ക്വയർ. ഇത് ആഡ് ചെയ്യണം കേട്ടോ, സിഗ്മ എഫ് 1 വൈ വൈ ഹോൾ സ്ക്വയർ. ഓക്കെ മക്കളെ, ആ കോളം മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും അറിയോ? 105 കിട്ടും. 27, 28, 12, 8, 12, 18 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 105. റെഡി? മൈനസ് എഫ് ഐ വൈ 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 ഐ ഹോൾ സ്ക്വയർ എത്രയാ? -15 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 225. ഓക്കെ, അപ്പോ ഈ സംഗതി സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വേരിയൻസ് കിട്ടും. ആൻഡ് ദ ആൻസർ വിൽ കം ആസ് സിഗ്മ സ്ക്വയർ. നമുക്ക് കിട്ടുന്ന ആൻസർ 201 എന്ന് കിട്ടും കേട്ടോ, 201. അപ്പോ വേരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ എങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണ്ടേ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √201. അഗൈൻ ശ്രദ്ധിക്കുക, ഈ ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാന്നുള്ള കേസ് ഓക്കെ അല്ലേ? നമുക്ക് ഈ കിട്ടുന്ന നമ്മൾ ഈ എക്സ് ഐയും എഫ് ഐയും കൂട്ടുമ്പോൾ വലിയ വലിയ നമ്പേഴ്സ് ആണ് വരുന്നെങ്കിൽ, ഭീകരമായ നമ്പേഴ്സ് ആണ് വരുന്നെങ്കിൽ നിങ്ങൾ ഏത് മെത്തേഡിലേക്ക് വരിക? ഷോർട്ട് കട്ട് മെത്തേഡിലേക്ക് വരിക. ഓക്കെ, യെസ്.